പോസ്റ്റ് ഇഫ്താർ കോമ ഉണ്ടാവാൻ കൂടുതൽ കാരണങ്ങൾ എന്തൊക്കെയാണ്? വിശന്ന് ഭക്ഷണം മുമ്പിൽ എത്തുമ്പോഴേക്ക് വാരി വലിച്ച് ഒരുപാട് അങ്ങോട്ട് തിന്നും. ഈ ഭക്ഷണം എല്ലാം കൂടി പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. പിന്നെ ഒരുപാട് എണ്ണക്കടികൾ മറ്റുള്ളത് ഇതെല്ലാം കൂടി എടുത്ത് ഉള്ളിലോട്ട് അങ്ങോട്ട് ഷാപ്പാടാക്കും. നമ്മുടെ ശരീരത്തിൽ ആസിഡിറ്റി അങ്ങോട്ട് കൂടും. പിന്നെ ധാരാളം ഷുഗറി ഡ്രിങ്ക്സ്, പഞ്ചസാരട്ട ജ്യൂസ്, മറ്റേത് മറിച്ചത്, ലൈം ജ്യൂസ്, ഇതെല്ലാം കൂടി അങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഒരു എനർജി ക്രാഷ് അവിടെ സംഭവിക്കും. ഇതൊക്കെ ചെല്ലുകയും ചെയ്യും, ആവശ്യത്തിന് വെള്ളം അവിടെ എത്തുകയില്ല, നിർജ്ജലീകരണം വരുന്നൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതെന്താക്കും? നമുക്ക് സിസ്റ്റം വേഴ്സ്റ്റ് ആക്കുകയും ചെയ്യും. ഈ പോസ്റ്റ് ഇഫ്താർ കോമ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോമ്പ് തുറക്കുമ്പം ലൈറ്റായിട്ട് കഴിച്ചു തുടങ്ങാം. ആദ്യം തന്നെ കുറച്ച് വെള്ളവും 1-2 കാരക്കയും വെച്ച് തുടങ്ങാം, സ്ലോല്. നിർജ്ജലീകരണം തടയാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോക്കനട്ട് വെള്ളമോ ലൈം വാട്ടറോ കഴിക്കാവുന്നതാണ്. ഭക്ഷണം അങ്ങോട്ട് കിട്ടിയപാട് അങ്ങോട്ട് ഓവറായിട്ട് കഴിക്കാതെ ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചിട്ട് പിന്നെ നമസ്കരിച്ചതിന് ശേഷം ബാക്കി കഴിക്കാം കുറച്ചായിട്ട്. അതും വളരെ ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് വെക്കുക. എന്നിട്ട് പതിയെ പിന്നെ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ശരിക്കും ചവച്ചരച്ചിട്ട് കഴിക്കാം. പിന്നെ ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ പ്രോട്ടീനും നാരും അടങ്ങിയ ഭക്ഷണത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അതിൻ്റെ പുറം ഭാഗത്തെ തൊലി കളയാത്ത അരികൾ, ബ്രൗൺ റൈസ് അല്ലേ, അതുപോലത്തെ അരികൾ, റാഗി, പിന്നെ വേണമെങ്കിൽ കോഴിമുട്ട, ചെറിയ ചിക്കൻ ബ്രസ്റ്റ്, ഇതുപോലത്തെ ചെറിയൊരളവിൽ കഴിക്കുക. ഭക്ഷണത്തെക്കാളും നമ്മൾ ബേക്കഡ് ആയിട്ടുള്ള ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓവനിലൊക്കെ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്ത ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടന്നുറങ്ങാനും പാടില്ല കേട്ടോ. പിന്നെ ഇഫ്താറിനും നോമ്പ് നോൽക്കുന്നതിനുമിടയിലുള്ളൊരു സമയത്ത് 8-10 ഗ്ലാസ് വെള്ളം കഴിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ രാത്രി ഷുഗർ ധാരാളം അടങ്ങിയ പാനീയങ്ങളും കോഫിയും കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നോൽക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് ഫുഡ് കഴിച്ചിട്ട് അതിന് ശേഷം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയ ഭക്ഷണം മിതമായ രീതിയിൽ കഴിക്കാൻ വേണ്ടി നോക്കുക. 2 സെഷനായിട്ട് കഴിക്കുക, ഒറ്റയടിക്ക് വാരി വലിച്ച് കഴിക്കുക. അതൊക്കെ മനസ്സിലായല്ലോ? ഇനിയും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. ബൈ.